ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 9ലെ ക്ഷിതിജ് പാഠ്യപുസ്തകത്തിലെ പ്രേംചന്ദ് കെ ഫട്ടേ ജൂത്തെ എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഹരിശങ്കർ പർസായി പ്രേംചന്ദ് കെ ഫട്ടേ ജൂത്തെ എന്ന उपन्यासത്തിൻ്റെ निबंध रचयितावाണ്. हरिशंकर परसाई का जन्म 1922 में मध्य प्रदेश के होशंगाबाद जिले में जमानी गांव में हुआ. हरिशंकर परसाईയുടെ ജനനം 1922 മധ്യപ്രദേശിലെ होशंगाबाद ജില്ലയിലെ ജമാനി എന്ന ഗ്രാമത്തിൽ. नागपुर विश्वविद्यालय से MA करने के बाद कुछ दिनों तक अध्यापन किया. അപ്പോൾ നാഗ്പൂർ വിശ്വവിദ്യാലയത്തിൽ നിന്നും MA ചെയ്തതിന് ശേഷം അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു കുറേ കാലത്തേക്ക്. सन 1947 से स्वतंत्र लेखन करने लगे. 1947 ശേഷം സ്വതന്ത്രമായിട്ട് എഴുതാൻ തുടങ്ങി. जबलपुर से वसुधा नामक पत्रिका निकाली जिसकी हिंदी संसार में काफ़ी सराहना हुई. ജബൽപൂരിൽ ഉണ്ടായിരുന്നപ്പോൾ വസുധ എന്ന ഒരു പത്രിക ഇറക്കി. അത് ഹിന്ദി ലോകത്ത് തന്നെ എന്താണ് പ്രശംസനീയമായിട്ട് മാറി. സരാഹന हुई. सन 1995 में उनका निधन हुआ. അദ്ദേഹം 1995 നിര്യാതനായി. हिंदी के व्यंग्य लेखकों में उनका नाम अग्रणीय है. അപ്പോൾ ഹിന്ദിയിലെ എന്താണ് സെറ്റാരിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ വ്യംഗ്യലേഖകന്മാരിൽ അഗ്രണീയനാണ്, അതായത് അദ്ദേഹം എന്താണ് മുൻപന്തിയിൽ നിൽക്കുന്നു. അപ്പോൾ പർസായിജിക്ക് കൃത്യോമേ, അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇപ്പോൾ പറയുന്നത്. ഹസ്തേ ഹേ റോത്തെ ഹേ, ജैसे उनके दिन फिरे, रानी नागफनी की कहानी, तट की खोज, तब की बात और थी, भूत के पाँव पीछे, बेईमानी की परत, पगडंडियों का ज़माना, सदाचार का तावीज़, शिकायत मुझे भी है और अंत में वैष्णव की फिसलन, तिरछी रेखाएं, ठिठुरता हुआ गणतंत्र, विकलांग श्रद्धा का दौर उल्लेखनीय है. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൃതികളെല്ലാം അതിൽ നോട്ടീസബിളായിട്ടുള്ള കൃതികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് ഉല്ലേഖനീയ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്താണ് ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ്. भारतीय जीवन के पाखंड, भ्रष्टाचार, अंतर्विरोध, बेईमानी आदि पर लिखे उनके व्यंग्य लेखों ने शोषण के विरुद्ध साहित्य की भूमिका का निर्वाह किया. അപ്പോൾ ഈ ശോഷൺക്ക് വിരുദ്ധ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും താഴേക്കിടയിലുള്ള ആളുകളുടെ എന്താണ് ചൂഷണത്തിൻ്റെ എതിരായിട്ട്, ആളുകളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ എതിരായിട്ടാണ് അദ്ദേഹം സാഹിത്യം ഉപയോഗിച്ചത്. അപ്പോൾ ഭാരതീയ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ, അതായത് പാഖണ്ഡ്, അത് കാപ്പട്യവും, പിന്നെ അഴിമതികൾ അല്ലെ, ഭ്രഷ്ടാചാർ, പിന്നെ അന്തർവിരോധ്, വൈരുദ്ധ്യം, പിന്നെ ബേമാനി, ഇൻജസ്റ്റിസ്, അതൊക്കെ വെച്ചിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉൻക വ്യംഗ്യ ലേഖൻ പരിവർത്തൻ കി ചേതന പേദാ കർത്ത. അദ്ദേഹത്തിൻ്റെ ആ വ്യംഗ്യ ലേഖനം, അതായത് പരിഹാസവുമായിട്ടുള്ള ആ ലേഖനം അല്ലെ, പരിഹാസം ഉൾക്കൊണ്ടിട്ടുള്ള ആ ലേഖനം എല്ലാം എന്താണ് പരിവർത്തൻ കി ചേതന, പരിവർത്തനങ്ങൾ വരുത്താനുള്ള, അതായത് മാറ്റത്തിനൊരു ബോധം വരുത്തുകയാണ് ചെയ്തത്, അതായത് കോൺഷ്യസ്നെസ് വരുത്തുകയാണ് അല്ലേ. കോരെ ഹാസ്യ സെ അലഗ് യഹ് വ്യംഗ്യ ആദർശ കെ പക്ഷ മേ അപ്നി ഉപസ്ഥിതി ദർജ് കറാത്ത ഹൈ. വെറും ഒരു ഹാസ്യ ലേഖനമായിട്ടല്ല, അത് ഒരു വ്യംഗ്യ ആദർശ, അതായത് വ്യംഗ്യ പരിഹാസത്തിനാണെങ്കിൽ ആദർശകരമായിട്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അത് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ സാമാജിക്, രാജനൈതിക് और धार्मिक पाखंड पर लिखे उनके व्यंग्यों ने व्यंग्य साहित्य के मानकों का निर्माण किया. അപ്പോൾ ഈ വ്യംഗ്യ സാഹിത്യത്തിൽ തന്നെ എന്താണ് മുൻപന്തിയിൽ നിൽക്കും, മാനദണ്ഡങ്ങൾക്ക് അദ്ദേഹം മാനദണ്ഡങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ സാമാജിക് എന്ന് പറഞ്ഞാൽ സാമൂഹികവും രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അടങ്ങിയിട്ടുള്ള കാപ്പട്യങ്ങളല്ലേ, എല്ലാം അദ്ദേഹം ആ വ്യംഗ്യ അതായത് പരിഹാസത്തിലൂടെ ആണെങ്കിൽ പോലും അതെല്ലാം മാനദണ്ഡങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ परसाई जी बोलचाल की सामान्य भाषा का प्रयोग करते हैं, किंतु संरचना के अनूठेपन के कारण उनकी भाषा की मारक क्षमता बहुत बढ़ जाती है. അദ്ദേഹം സാധാരണ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ രചനയിൽ, അതായത് സംരചനയ്ക്ക് അനൂഠേപ്പൻക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം നല്ല ശ്രദ്ധയോടെയാണ് രചിച്ചിരുന്നത്. അപ്പോൾ സംരചനയ്ക്ക് അനൂഠേപ്പൻക്ക് കാരണം, അനൂഠാപ്പൻ എന്ന് പറഞ്ഞാൽ വിചിത്രത അല്ലെ, അപൂർവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ രചന കാരണം ഉൻകി ഭാഷാക്ക് മാരക് ക്ഷമത ബഹുത് ബഡ് ജാത്തി ഹൈ. അദ്ദേഹത്തിൻ്റെ ആ ഭാഷയുടെ തന്നെ ആ സ്കോപ്പ് അത് വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളും ഞങ്ങൾ വായിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലിങ്ങനെ തട്ടും അല്ലെ, ഡീപ്പായിട്ട് ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്ന ടൈപ്പായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ എന്താണ് എഴുത്തിലും ഉള്ള ആ എന്താണ് ഭാഷ.
प्रेमचंद के फटे जूते शीर्षक निबंध में परसाई जी ने प्रेमचंद के व्यक्तित्व की सादगी के साथ एक रचनाकार की अंतर्भेदी सामाजिक दृष्टि का विवेचन करते हुए आज की दिखावे की प्रवृत्ति एवं अवसरवादिता पर व्यंग्य किया है. അപ്പോൾ പ്രേംചന്ദ് കെ ഫटे ജൂത്തെ എന്ന ഹെഡിങ്ങുള്ള ഈ ഉപന്യാസത്തിലൂടെ പെർസായിജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രേംചന്ദ് എന്ന ഒരു കഥാകൃത്തിൻ്റെ വ്യക്തിത്വം അല്ലേ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എങ്ങനെയുള്ളതായിരുന്നു? സാദഗി എന്ന് പറഞ്ഞാൽ ലാളിത്യം നിറഞ്ഞതായിരുന്നു അല്ലേ, സിമ്പിളായിരുന്നു ആ മനുഷ്യൻ, സിംപ്ലിസിറ്റി. അപ്പോൾ ലാളിത്യം നിറഞ്ഞിരിക്കുന്ന ഒരു രചനാകാരൻ്റെ അന്തർഭേദി സാമാജിക് ദൃഷ്ടി, അതായത് അന്തർഭേദി എന്ന് പറഞ്ഞാൽ മനസ്സിൽ അങ്ങനെ ഡീപ്പായിട്ട് ഉള്ളിൽ തട്ടുന്ന ടൈപ്പ് എന്താണ് ദൃഷ്ടി, അദ്ദേഹത്തിൻ്റെ എന്താണ് ആ രീതിയിലുള്ള എഴുത്താണ് അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ ഉൻക വിവേചൻ കർത്തേ ഹുവേ എന്ന് പറഞ്ഞാൽ അത് തർക്കമായിട്ടല്ലേ, അതിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആജ് കെ ദിഖാവേക്ക് പ്രവൃത്തി ഏവം അവസരവാദിത്ത, ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ കാണിക്കുന്ന ഈ എന്താണ് പ്രവൃത്തി, അതായത് അവസരവാദിത്തയും പിന്നെ എന്താണ് ദിഖാവേക്ക് പ്രവൃത്തി, അതായത് പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ അതുമാത്രമല്ല അവസരത്തിനൊത്താണ് എല്ലാവരും പെരുമാറുന്നത്, അതിനെ കളിയാക്കിയാണ് പരിഹസിച്ചിട്ടാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. प्रेमचंद के फटे जूते. प्रेमचंद का एक चित्र मेरे सामने है, पत्नी के साथ फोटो खिंचा रहे हैं. അപ്പോൾ പ്രേംചന്ദിൻ്റെ ഒരു രേഖാചിത്രം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പെർസായിജി പറയുന്നത്. അപ്പോൾ അതിലെന്താണ് പത്നിക്ക് സാത്ത് ഫോട്ടോ ഖിഞ്ചാ രഹേ ഹെ, അപ്പോൾ ഇത് തൻ്റെ എന്താണ് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. സിർ पर किसी मोटे कपड़े की टोपी कुर्ता और धोती पहने हैं. അപ്പോൾ തലയിൽ എന്തോ കട്ടി തുണി കൊണ്ടുണ്ടാക്കിയ ടോപ്പിയും പിന്നെ കുർത്തയും ധോത്തിയും ഒക്കെയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. കൺപട്ടി ചിപ്കി ഹെ, ഗാലോं की हड्डियां उभर आई हैं, पर घनी मूछें चेहरे को भरा भरा बतलाए. എന്നിട്ട് മുഖം നോക്കുകയാണ് അല്ലേ, മുഖം നോക്കുമ്പോൾ എങ്ങനെയുള്ളത് മുഖം? കൺപട്ടി ചിപ്കി ഹെ, കൺപട്ടി എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്കും ചെവിയുടെ ഇടയ്ക്കുള്ള ആ എല്ലിൻ്റെ ആ പോർഷൻ. കൺപട്ടി ചിപ്കി ഹെ, നല്ല അമർന്നിരിക്കുന്നു. ഗാലോं की हड्डियां उभर आई हैं, കവിളുകളുടെ എല്ലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. पर घनी मूछें चेहरे को भरा भरा बतलाए, നല്ല കട്ടി മീശയുണ്ട്, പക്ഷേ ആ കട്ടി മീശ കാരണം ആ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ മീശ, അതായത് മെലിഞ്ഞിരിക്കുന്ന ആളാണ് പക്ഷെ കട്ടി മീശയുണ്ട്. അപ്പോൾ പാവോं में कैनवास के जूते हैं जिनके बंद बेतरतीब ബന്ധേ ഹെ. അപ്പോൾ പാവം, ഇനിയിപ്പോൾ കാലുകൾ ശ്രദ്ധിക്കുകയാണ് പെർസായിജി. അപ്പോൾ പാവമേ ക്യാൻവാസ് കി ജൂത്തേ, കാലുകളിലാണെങ്കിലോ ക്യാൻവാസിൻ്റെ ഷൂസാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ബന്ദ് ലേസ് അല്ലേ, ഷൂ ലേസ് ബേതർദീബ് ബന്ധേ ഹെ. ബേതർദീബ് എന്ന് പറഞ്ഞാൽ ക്രമരഹിത അല്ലേ, ഒരു ചിട്ടയില്ലാത്ത രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. लापरवाही से उपयोग करने पर बंद के सिरों पर की लोहे की पतरी निकल जाती है और छेदों में बंद डालने में परेशानी होती है. ലാപർവാഹി സെ, അതായത് കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചത് കാരണം, അതായത് ഇങ്ങനെ വെപ്രാളത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലേ, അപ്പോൾ ഒരു കെയർലെസ് ആയിട്ട് ഇട്ടത് കാരണം, ഉപയോഗിച്ചത് കാരണം അതിൻ്റെ ഷൂലേസ് ആ ഹോളിലൂടെ എടുക്കാൻ പറ്റാത്ത രീതി, ഹോൾസ് ഉണ്ടാവില്ല ഈ മെറ്റലിൻ്റെ കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ഹോൾസ്, ഇപ്പോൾ പ്ലാസ്റ്റിക്കിലും ചെയ്യുന്നു. അപ്പോൾ ആ ഹോളിലൂടെ ഇങ്ങനെ ലേസ് എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ഇളകി വന്നിട്ടുണ്ട്. നിക്കൽ ജാത്തി और छेदों में बंद डालने में परेशानी होती है. तब बंद कैसे भी कस लिया जाता है. അപ്പോൾ എങ്ങനെയൊക്കെയോ ലേസ് ഇങ്ങനെ കെട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട്. दाहिने पाँव का जूता ठीक है, मगर बाएं जूते में बड़ा छेद हो गया है जिसमें से अंगुली बाहर निकल आई है. അപ്പോൾ റൈറ്റ് സൈഡിലെ ഷൂസ് കുഴപ്പമില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഷൂസിലാണെങ്കിലോ വലിയൊരു ഛേദ്, അതായത് ഹോളായിട്ടുണ്ട്. അപ്പോൾ ജിസ്മേസെ അങ്കുലി ബാഹർ നിക്കലായി, അപ്പോൾ ആ വിരലിങ്ങനെ പുറത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, അതായത് കാണാൻ സാധിക്കുന്നു ആ ഫോട്ടോയിൽ. മേരി ദൃഷ്ടി ജൂത്തെ പർ അടക് ഗയി, അതിൽ തന്നെ എന്താണ് നിന്നിരിക്കുകയാണ് എൻ്റെ ദൃഷ്ടി, എൻ്റെ ശ്രദ്ധ ആ വിരലിൽ അല്ലേ. सोचता हूँ फोटो खींचाने की अगर यह पोशाक है तो पहनने की कैसी होगी. ആ ഫോട്ടോ എടുക്കാനായിട്ട് പോലും ഇങ്ങനത്തെ ഡ്രസ്സിങ് ആണെങ്കിൽ സാധാരണ ആ മനുഷ്യൻ എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഒരുങ്ങിയിട്ടല്ലേ ഇരിക്കാറ്. അപ്പോൾ അദ്ദേഹമാണെങ്കിലോ എന്താണ് മോശമായ ഡ്രസ്സിങ്ങാണ്, അതായത് കീറിയ എന്താണ് പൊട്ടിയിരിക്കുന്ന ഷൂസ് ഇട്ടിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ പെർസായിജി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഫോട്ടോ എടുക്കാനായിട്ട് ഇതാണ് ഡ്രസ്സിങ് എങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും സാധാരണ ജീവിതത്തിൽ അല്ലേ, പെഹ്നെ കി कैसी होगी.
नहीं, इस आदमी की अलग अलग पोशाकें नहीं होंगी, इसमें पोशाकें बदलने का गुण नहीं है. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ മാറി മാറി എന്താണ് ഉടുപ്പുകൾ ഇടാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇസ്മി പോഷാക്കെ ബദൽനേക്കാ ഗുൺ നഹി, അദ്ദേഹത്തിന് ഈ ഡ്രസ്സിങ്ങിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. യ ജൈസാ ഹെ വൈസാ ഹി ഫോട്ടോ മേ ഖീഞ്ച് ജാത്താ ഹെ, എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഫോട്ടോയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ നിന്ന് പറയുന്നത്, കാരണം ഇതിൽ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ലാളിത്യം അല്ലേ, സിംപ്ലിസിറ്റി അദ്ദേഹത്തിൻ്റെ, അതായത് അദ്ദേഹം ആരാണ്, പ്രേംചന്ദ്ജിയുടെ സിംപ്ലിസിറ്റിയാണ് ഇതിലൂടെ परसाईजी മനസ്സിലാക്കുന്നത്. मैं चेहरे की तरफ देखता हूँ, क्या तुम्हें मालूम है मेरे साहित्यिक पुरखे कि तुम्हारा जूता फट गया है और अंगुली बाहर दिख रही है. എന്നിട്ട് परसाईजी അദ്ദേഹത്തിനോട് പറയുന്നത് പോലെ എഴുതിയിരിക്കുകയാണ്. എന്താണ്, അദ്ദേഹത്തിന് മുഖത്ത് നോക്കിയിട്ട്, मैं चेहरे की तरफ देखता हूँ, മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാമോ മേരെ സാഹിത്യക് പുർഖെ. സാഹിത്യക് പുർഖെ എന്ന് പറയാൻ കാരണം എന്താണ്, അദ്ദേഹത്തിനേക്കാൾ സീനിയറാണ് അല്ലേ, എഴുത്തുകാരന്മാരിൽ അദ്ദേഹം സീനിയറാണ് പ്രേംചന്ദ്ജി. അപ്പോൾ സാഹിത്യക് പുർഖെ നിങ്ങൾക്കറിയാമോ, ജൂത്ത ഫട്ട് ഗയാ ഹെ, ജൂത്ത കീറിയിരിക്കുകയാണ്. और अंगुली बाहर दिख रही है, വിരലുകൾ പുറത്ത് കാണാനും സാധിക്കുന്നുണ്ട്. क्या तुम्हें इसका ज़रा भी एहसास नहीं है, ഇതിൻ്റെ ഒരു ചെറിയൊരു ഫീലിംഗ് പോലും കിട്ടിയിട്ടില്ല, ഒരു അറിവ് പോലും കിട്ടിയിട്ടില്ലേ. एहसास नहीं है, ज़रा लज्जा संकोच या झेंप नहीं है, ഒരു എന്താണ് നാണക്കേടില്ലേ ഇതിലൊന്ന് ആലോചിക്കുമ്പോൾ ഈ വിരൽ കാണുന്നുണ്ട് എന്നത്. അതായത് ഞങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാക്കാൻ സാധിക്കില്ലേ മറ്റുള്ളവർക്ക്. ലജ്ജ സങ്കോച്ച്, ഒരു മടിയോ അല്ലെങ്കിൽ നാണക്കേടോ അല്ലെങ്കിൽ എന്താണ് എംബ്രാസ്മെൻറ്റോ ഒന്നും ഇല്ലേ. क्या तुम इतना भी नहीं जानते कि धोती को थोड़ा नीचे खींच लेने से अंगुली ढक सकती है. ഇതുപോലും അറിയത്തില്ല, ഒന്ന് ധോത്തി ഒന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ച് ഇട്ടായിരുന്നെങ്കിൽ അത് കാണാൻ സാധിക്കത്തില്ലായിരുന്നു അല്ലേ, ആ വിരൽ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത്. അതുപോലും അറിയത്തില്ലേ, അതുപോലും അറിയത്തില്ലായിരുന്നോ. മഗർ ഫിർ ബി തുമാരെ ചെഹരെ പർ ബഡി ബേപർവാഹി ബഡാ വിശ്വാസ്, എന്നിട്ടും നിങ്ങളുടെ മുഖത്ത് അല്ലേ, ചെഹരെ പർ ബഡി ബേപർവാഹി, ബേപർവാഹി എന്ന് പറഞ്ഞാൽ കെയർലെസ്നെസ്, എന്താ ലാപർവാഹി, എന്താണ് അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അല്ലേ, അതൊരു കെയർ ചെയ്യുന്നില്ല, ആ കാര്യത്തിലൊന്നും കൂസലില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ബഡാ വിശ്വാസ്, നല്ല വിശ്വാസമുള്ള പോലെ എന്താ ചെയ്യുന്നത് ശരിയാണ് എന്ന രീതിയിൽ. फोटोग्राफर ने जब रेडी प्लीज कहा होगा तब परंपरा के अनुसार तुमने मुस्कान लाने की कोशिश की होगी. दर्द के गहरे कुएं के तल में कहीं पड़ी मुस्कान को धीरे धीरे खींच कर ऊपर निकाल रहे होंगे कि बीच में ही. മഗർ ഫിർ ബി തുമാരെ ചെഹരെ പർ ബഡി ബേപർവാഹി ബഡാ വിശ്വാസ് ഹെ, എന്നിട്ടും നിങ്ങളുടെ മുഖത്ത് നല്ല എന്താണ് കൂസലില്ലായ്മ അല്ലെ, ബേപർവാഹി ബഡാ വിശ്വാസ്, നല്ല വിശ്വാസവും കാണുന്നു, കാരണം ഞാൻ ചെയ്തതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ. फोटोग्राफर ने जब रेडी प्लीज़ कहा होगा तब परंपरा के अनुसार तुमने मुस्कान लाने की कोशिश की होगी. അപ്പോൾ ഫോട്ടോഗ്രാഫർ റെഡി പ്ലീസ് എന്ന് പറഞ്ഞപാടെ ഈ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ, പരമ്പര എന്ന പോലെ ചെറിയൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു കാണും. ആ ശ്രമിക്കുന്നതിനിടയിൽ, അതായത് ദർദ് കെ ഗഹരെ കുവേ കെ തലേ മേ कहीं पड़ी मुस्कान को धीरे धीरे खींच कर ऊपर निकाल रहे होंगे कि बीच में क्लिक करके फोटोग्राफ ने थैंक यू कह दिया होगा. അപ്പോൾ ഈ പുഞ്ചിരി ഇങ്ങനെ വരുത്താനുള്ള ശ്രമത്തിൽ, ഈ താഴെ കിടക്കുന്ന ഈ പുഞ്ചിരി, മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പുഞ്ചിരി ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യുകയും പിന്നെ താങ്ക് യു പറയുകയും ചെയ്തു കാണും. അതായത് ആ പുഞ്ചിരി മുഴുവനായിട്ടും വരുന്നതിന് മുമ്പ് തന്നെ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടാകും എന്നാണ് परसाईजी പറയുന്നത്. വിചിത്ര ഹേ അധൂരി മുസ്കാൻ, വിചിത്രമായിരിക്കുന്ന ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പുഞ്ചിരി. ഈ മുസ്കാൻ നഹി ഇസ്മേ ഉപഹാസ് ഹേ വ്യംഗ്യ ഹേ, ഇതൊരു ചിരിയല്ല, ഇതൊരു പുഞ്ചിരിയല്ല, ഇതൊരു ഉപഹാസമാണ്. അത് ഉപഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്, പരിഹാസമാണ് അല്ലേ, വ്യംഗ്യ ഹേ, പരിഹാസമാണ് എന്നാണ് परसाईजी പറയുന്നത്. यह कैसा आदमी है जो खुद तो फटे जूते पहने फोटो खिंचा रहा है पर किसी पर हंस भी रहा है. ഇതെങ്ങനത്തെ ഒരു മനുഷ്യനാണ്, സ്വയം ഇങ്ങനെ കീറിയ ഒരു ഷൂസും ഇട്ടിട്ട് ഫോട്ടോ എടുക്കുകയുമാണ്, അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. ഫോട്ടോ ഹി खिंचाना था तो ठीक जूते पहन लेते या न खिंचाते. ഫോട്ടോ എടുക്കണം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ശരിയായിട്ടുള്ള ഷൂസ് ഇട്ടിട്ട് എടുക്കുക, അല്ലെങ്കിൽ എടുക്കാതിരിക്കുക. फोटो न खिंचाने से क्या बिगड़ता था, फोटो എടുത്തില്ലെങ്കിൽ തന്നെ എന്തായിരുന്നു പ്രശ്നം. शायद पत्नी का आग्रह रहा हो और तुम अच्छा चल भाई कहकर बैठ गए होंगे. അത് ചിലപ്പോൾ ഭാര്യയുടെ ആഗ്രഹം ആയിരിക്കാം, ഫോട്ടോ എടുക്കണം എന്നത്.
അപ്പോൾ താങ്കൾ വിചാരിച്ച് കാണും ആ പൊയ്ക്കോ എടുക്കാം കുഴപ്പമില്ല എന്ന രീതിയിൽ അത് ഇരുന്നിട്ടുണ്ടാവാം. മഗർ യെ കിത്നി ബഡി ട്രാജഡി ഹെ, ഇത് എത്ര വലിയൊരു ട്രാജഡി ആയിട്ട് മാറി. कि आदमी के पास फ़ोटो खिंचाने को भी जूता न हो, ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു ഷൂസ് പോലും ഇല്ല എന്നതോ എന്തൊരു വലിയൊരു ട്രാജഡിയാണ്. मैं तुम्हारी ये फ़ोटो देखते देखते तुम्हारे क्लेश को अपने भीतर महसूस करके जैसे रो पड़ना चाहता हूँ, मगर तुम्हारी आंखों का यह तीखा दर्द भरा व्यंग्य मुझे एकदम रोक देता है. അപ്പോൾ ഇത് കണ്ടും ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങളുടെ എന്താ വിഷമം അല്ലേ, ദാരിദ്ര്യം ആയിരിക്കാം ആ സമയത്ത്. തുമാരെ ക്ലേഷ് കോ അപ്നെ ഭീതർ മെഹസൂസ് കർക്കെ, നിങ്ങളുടെ ആ വിഷമം മനസ്സിൽ എനിക്ക് തോന്നുകയാണ്, എത്ര വിഷമിച്ച് കാണും ആ സമയത്ത് എന്ന് പറഞ്ഞ് എനിക്ക് കരച്ചിൽ വരികയാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ ആ മുഖം കാണുമ്പോൾ, ആ മുഖത്ത് കാണുന്ന ആ വ്യംഗ്യ, ആ പരിഹാസം കാണുമ്പോൾ എനിക്ക് എൻ്റെ ആ കരച്ചിൽ അറിയാതെ നിന്നു പോവുകയാണ്. तुम फ़ोटो का महत्व नहीं समझते होते तो किसी से फ़ोटो खिंचाने के लिए जूते मांग लेते. ഫോട്ടോയിൻ്റെ മഹത്വം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയത്തില്ല, താങ്കൾക്ക് അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ, അതിൻ്റെ മഹത്വം അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും പക്കൽ നിന്നും ഷൂസ് മേടിച്ചു കൊണ്ടുവരുമായിരുന്നു. लोग तो मांगे के कोट से वर दिखाई करते हैं और मांगे के मोटर से बारात निकालते हैं. फ़ोटो खिंचाने के लिए तो बीवी तक मांग ली जाती है, तुमसे जूते ही मांगते नहीं बने. എല്ലാവരും എന്താണ് വർദിക്കായിക്കല്, വർദിക്കായി എന്ന് പറഞ്ഞാൽ പെണ്ണ് കാണൽ ചടങ്ങിന് പോകുന്ന ഡ്രസ്സല്ലേ, കോട്ട്, അതുപോലും മറ്റുള്ളവരടുത്തുനിന്ന് ചോദിച്ചു മേടിക്കുന്നു. മാത്രമല്ല മോട്ടർ, കല്യാണത്തിൻ്റെ ആ പ്രൊസഷനിൽ പോകുമ്പോൾ മോട്ടോർ ഗാഡി, വണ്ടി പോലും ചോദിച്ചു മേടിക്കുന്നു. മാത്രമല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഭാര്യ പോലും ചോദിച്ചു മേടിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ. അപ്പോൾ തുംസെ ജൂത്തേ ഹി മാങ്തേ നഹീ ബനെ, വെറും ഒരു ഷൂസ് ചോദിക്കാൻ പോലും സാധിച്ചില്ലേ മറ്റുള്ളവരോട്. तुम फ़ोटो का महत्व नहीं जानते, ആ ഫോട്ടോയിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയത്തില്ല. लोग तो इत्र ചുപ്പട്കർ ഫോട്ടോ खिंचाते हैं जिसमें फ़ोटो में खुशबू आ जाए. എല്ലാവരും ആളുകളാണെങ്കിലും ഇത്ര, അതായത് പെർഫ്യൂം ഇട്ടിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുക. കാരണം ആ ഫോട്ടോയിൽ മണം വരുമല്ലോ, പെർഫ്യൂമിൻ്റെ ആ സ്മെല്ല് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഗന്ധെ സെ ഗന്ധെ ആദ്മിക്ക് ഫോട്ടോ भी खुशबू देती है. ഒട്ടും വൃത്തിയില്ലാത്ത ആളുടെ പോലും, ഗന്ധെ ഗന്ധെ ആദ്മിയുടെ ആളുകളുടെ പോലും ഫോട്ടോയിൽ നല്ല പെർഫ്യൂമിൻ്റെ മണം വരും, അത് അദ്ദേഹം പറയുന്നു. टोपी 8 आने में मिल जाती है और जूते उस ज़माने में भी 5 रुपये से कम में क्या मिलते होंगे. അപ്പോൾ ടോപ്പി ആണെങ്കിലോ പണ്ട് കാലത്ത് 8 ആണയിൽ കിട്ടുമായിരുന്നു. 8 ആണെന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു 50 പൈസയുടെ കണക്ക്. അപ്പോൾ ജൂത്തെ ഉസ് ജമാനെ ബി 5 रुपये से कम में क्या मिलते होंगे. ജൂത്ത ആയിരുന്നു ആ സമയത്തും വിലപിടിപ്പുള്ളത്, അതായത് 5 രൂപയൊക്കെ ആവുമായിരുന്നു. जूता हमेशा टोपी से कीमती रहा है, എപ്പോഴും ജൂത്തയാണ് കോസ്റ്റ്ലി ആയിരുന്നത്. अब तो जूते की कीमत और बढ़ गई है और एक जूते पर 25 टोपियाँ नौछावर होती है. ഇപ്പോഴാണെങ്കിലോ വീണ്ടും ഷൂസുകളുടെ വില കൂടിയിട്ടുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് കമ്പയർ ചെയ്യുമ്പോൾ 25, ഒരു ഷൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ 25 ടോപ്പി വരെ മേടിക്കാം. അത് കാരണം ടോപ്പിയാം ന്യോച്ചാവർ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുക, ത്യാഗം അല്ലേ. അതായത് അത്രയും എന്താണ് ടോപ്പികൾ കൊടുത്തിട്ട് ഒരു ഷൂസ് മേടിക്കുക, ആ രീതിയിലാണ് പറയുന്നത്. തുമ്പി ജൂത്തെ ഓർ ടോപ്പിക്ക് ആനുപാതിക് മൂല്യക്ക് മാരെ ഹുവേത്തി. ആനുപാതിക് മൂല്യം എന്ന് പറഞ്ഞാൽ ആ പ്രൊപ്പോഷണൽ, അതായത് ഒരു 25 ടോപ്പിയും ഒരു ഷൂസും ആ രീതിയിൽ, അതായത് ഷൂസിന് വില കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മേടിക്കാതിരിക്കുകയായിരുന്നു എന്നാണ്. ഈ വിഡംബന മുझे इतनी तीव्रता से पहले कभी नहीं चुभी जितनी आज चुभ रही है जब मैं तुम्हारा फटा जूता देख रहा हूँ. അപ്പോൾ ഈ വിഡംബന, അതായത് ഈ പരിഹാസമായിട്ട്, അതായത് ഉപഹാസമായിട്ട്, നിന്ദനീയമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ആ കീറിയ ഷൂസ് ഇട്ടിട്ട് താങ്കൾ ഫോട്ടോ എടുത്തതുകൊണ്ട്. तुम महान कथाकार, उपन्यास सम्राट, युग प्रवर्तक, जाने क्या क्या कहलाते थे, मगर फ़ोटो में भी तुम्हारा जूता फटा हुआ है. താങ്കൾ എത്ര വലിയ കഥാകാരനാണെന്ന് അറിയപ്പെടുന്നു, ഉപന്യാസ സാമ്രാട്ടാണ്, യുഗപ്രവർത്തകനാണ്, എന്തൊക്കെയാണ്. പക്ഷേ എങ്കിൽ ആ ഫോട്ടോ മേ ബി തുമാരാ ജൂത്ത ഫട്ടാ ഹുവാ ഹൈ, അതായത് ആ ഫോട്ടോയിലാണെങ്കിലോ ആ ഷൂസ് കീറിയിരിക്കുകയാണ്. മേരാ ജൂത്ത ബി കോയി അച്ഛാ നഹീ ഹൈ. എന്നിട്ട് അദ്ദേഹം സ്വയം തൻ്റെ കാര്യം പറയുകയാണ്, എൻ്റെ ഷൂസും അത്ര നല്ലതൊന്നുമല്ല. ഊപ്പർ സെ അച്ഛാ ദിക്താ ഹൈ, മുകളിലൂടെ നോക്കുമ്പോൾ നല്ല ഷൂസായിട്ടാണ് തോന്നുക. അങ്കുലി ബാഹർ നഹീ നിക്കൽത്തി, പക്ഷെ വിരലുകൾ ഇറങ്ങിയിട്ടില്ല. അങ്കുട്ടേക്ക് നീച്ചെ തല ഫട്ട് ഗയാ ഹൈ, ആ വിരലുകളുടെ താഴെയുള്ള പോർഷൻ, അത് തൊലി, ആ സോൾ, അത് പൊട്ടി കീറിയിരിക്കുകയാണ്. അങ്കുട്ട ജമീൻ സെ ഘിസ്താ ഹൈ, വിരലുകൾ ഇങ്ങനെ ഒരയുകയാണ് താഴെ. പൈനി മിട്ടി पर कभी रगड़ खाकर लहूलुहान भी हो जाती. ചരലിൽ ഇങ്ങനെ മണ്ണ് കൊണ്ടിട്ട് ഇങ്ങനെ ചോര പോലും വരാറുണ്ട്.
पूरा तला गिर जाएगा, पूरा पंजा छिल जाएगा, मगर अंगुली बाहर नहीं दिखेगी. മുഴുവനും അടി, കാലിൻ്റെ അടി മുഴുവനും ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പൊട്ടിപ്പോയാലും അല്ലേ, പൂറ പഞ്ച ചിൽ ജായക, മുഴുവനും എന്താ പഞ്ച എന്ന് പറഞ്ഞാൽ ഈ വിരലുകളുടെ താഴെയുള്ള ആ പോർഷൻ, പഞ്ച മുഴുവൻ ഇങ്ങനെ തൊലി പോയാലും മഗർ അങ്കുലി ബാഹർ നെഹി ദിക്കേഗി, പക്ഷേ എൻ്റെ വിരലുകൾ എന്തായാലും പുറത്ത് കാണത്തില്ല. കാരണം ഇതൊക്കെ പറഞ്ഞത് എൻ്റെ ഷൂസിൻ്റെ താഴ്വശത്താണ് അല്ലേ, താഴെയാണ്. എൻ്റെ വിരലുകൾ പുറത്ത് കാണത്തില്ല. തുമ്ഹാരി അങ്കുലി ദിക്തി ഹെ പർ പാവ് സുരക്ഷിത് ഹെ, നിങ്ങളുടെ വിരലുകൾ പുറത്ത് കാണുന്നുണ്ട് പക്ഷെ കാലുകൾ സുരക്ഷിതമാണ്. മേരി അങ്കുലി ഢക്കി ഹെ പർ പഞ്ച നീച്ചെ ഘിസ് റഹാ ഹെ, എൻ്റെ വിരലുകൾ ഒളിഞ്ഞിരിക്കുന്നു, അതായത് പുറത്ത് വന്നിട്ടില്ല, പക്ഷെ എൻ്റെ പഞ്ച വിരലുകളുടെ താഴെയുള്ള ആ പോർഷൻ എല്ലാം ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് വേദനിക്കുകയാണ്. തും പർദേ കാ മഹത്വ ഹി നഹി ജാനത്തെ, ഹം പർദേ പർ കുർബാൻ ഹോ രഹേ ഹെ. തും പർദേ കാ മഹത്വ ഹി നഹി ജാനത്തെ, അതായത് ഈ പർദ എന്ന് പറഞ്ഞാൽ കർട്ടൺ അല്ലേ, ഒരു മറ, ആ മറയുടെ ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾക്കറിയത്തില്ല. ഹം പർദേ പർ കുർബാൻ ഹോ രഹേ, ഞങ്ങളതിൽ എന്താണ് അതിനെ അതിനെ എല്ലാം ന്യോഛാവർ ചെയ്ത് അതിനെ ത്യജിച്ചിരിക്കുകയാണ്, അതിനെ എല്ലാം അതിനായിട്ട് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ, മറയെ പുകഴ്ത്തി പറയുകയാണ്. ഇതിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ദിഖാവ അല്ലേ. ദിഖാവ എന്ന് പറഞ്ഞാൽ പ്രകടനം, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം, പ്രേംചന്ദ് ആർക്ക് പർസായിജിക്ക്. പക്ഷേ പ്രേംചന്ദ് ജിയോ അദ്ദേഹം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കാണിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹത്തിന് പ്രകടനങ്ങൾ ഇഷ്ടമല്ല. അതാണ് ഇതിൽ കാണിക്കുന്നത്. तुम फटा जूता बड़े ठाठ से पहने हो, मैं ऐसे नहीं पहन सकता, फ़ोटो तो ज़िंदगी भर इस तरह नहीं खींचाऊँ, चाहे कोई जीवनी बिना फ़ोटो के ही छाप दे. അപ്പോൾ ഈ ഫോട്ടോയിൽ വളരെ എന്താണ് ഈ പൊട്ടിയിരിക്കുന്ന ഷൂസുമായിട്ട് ഫട്ടാ ജൂത്ത ബഡെ ഠാട്ട് സെ പേനെ ഹോ, വളരെയധികം അഭിമാനത്തോടെയാണല്ലോ ഇട്ടിരിക്കുന്നത്. മാസെ നെഹി പേൻ സക്തെ, എനിക്കങ്ങനെ സാധിക്കത്തില്ല എന്ന് പർസായിജി പറയുന്നു. ഫോട്ടോ തോ ജിന്ദഗി ഭർ ഇസ് തരഹ നെഹി ഖിഞ്ചാഊ, ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഫോട്ടോ ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. ചാഹെ കോയി ജീവനി ബിന ഫോട്ടോ കെ ഹി ഛാപ് ദേ, എൻ്റെ ജീവചരിത്രം തന്നെ ആളുകൾ അച്ചടിക്കുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ ഇല്ലാതെ തന്നെ അച്ചടിച്ചോട്ടെ, പക്ഷേ ഈ രീതിയിൽ, അതായത് ഇങ്ങനെ കീറി ഇരിക്കുന്ന ഷൂസുമായിട്ടൊക്കെയുള്ള എൻ്റെ ഫോട്ടോ ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. तुम्हारी ये व्यंग्य मुस्कान मेरे हौसले पस्त कर देती है, क्या मतलब है इसका, कौन सी मुस्कान है यह. ഇപ്പോൾ നിങ്ങളുടെ ഈ ചിരി, അതായത് വ്യംഗ്യ, അതായത് പരിഹാസം നിറഞ്ഞിരിക്കുന്ന ഈ ചിരി കാണുമ്പോൾ എന്നെ എന്താണ്, ഞാൻ സ്വയം ഡീമോറലൈസ് ആകുകയാണ്, അതായത് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോവുകയാണ് അല്ലേ, ഞാൻ സ്വയം താണു പോവുകയാണ്. ക്യാ മത്ലബ് ഹെ ഇസ്കാ, കോൺസി മുസ്കാൻ, എങ്ങനത്തെ തരത്തിലുള്ള ചിരിയാണിത്. क्या होरी का गोदान हो गया, क्या पूस की रात में नीलगाय हल्कू का खेत चर गई, क्या सुजान भगत का लड़का मर गया क्योंकि डॉक्टर क्लब छोड़कर नहीं आ सकते. नहीं, मुझे लगता है माधो औरत के कफन के चंदे की शराब पी गया, वही मुस्कान मालूम होती. അപ്പോൾ ഈ ചിരിയുടെ പിറകിൽ ചിലപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, പർസായിജി പറയുകയാണ്, അദ്ദേഹം ആലോചിച്ചിരുന്ന് കാണും എന്താണ് ആ ക്യാരക്ടേഴ്സ് അല്ലെ, അദ്ദേഹത്തിൻ്റെ എന്താണ് രചനകളിലുണ്ടായിരുന്ന, അതായത് ഉപന്യാസത്തിലും കഥയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ കഥാപാത്രങ്ങളെയും ആ സംഭവ വികാസങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ഖുലി, എന്താണ് പകുതിയുള്ള ആ ചിരി അല്ലേ, ആ പരിഹാസം നിറഞ്ഞിരിക്കുന്ന ചിരി, അതൊക്കെ അത് കാരണം കൊണ്ടാകാം അവരെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും ആ സമയത്ത് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പർസായിജി. നെഹി പിന്നെ പറയുകയാണ്, मैं तुम्हारा जूता फिर देखता हूँ कैसे फट गया, यह मेरी जनता के लेखक. ഇതെങ്ങനെ പൊട്ടി, ഞാൻ വീണ്ടും ഷൂസിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്, ഇതെങ്ങനെ പൊട്ടിയിട്ടുണ്ടാകാം. ക്യാ ബഹുത് ചക്കർ കാട്ടത്തെ രഹേ, കുറേ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടുണ്ടോ, കുറേ ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടോ. ക്യാ ബനിയെ കി തഗാദെ से बचने के लिए मील 2 मील का चक्कर लगाकर घर लौटते रहे. അപ്പോൾ ഈ ബനിയ എന്ന് പറഞ്ഞാൽ ഗ്രോസറിൻ്റെ ആ കടമൊക്കെ വീട്ടാൻ സാധിക്കാതെ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ട് കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്നതാണോ, ഗ്രോസർ തിരിച്ചു പോയതിന് ശേഷം തിരിച്ചു വന്നതാണോ. चक्कर लगाने से जूता फटता नहीं घिस जाता है. അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച്, അതായത് കുറേ ദൂരം നടന്നാലൊന്നും ഷൂസ് ഇങ്ങനെ പൊട്ടാനൊന്നും പോകുന്നില്ല. അതെന്തായാലും എന്താണ് ഇങ്ങനെ ഒരഞ്ഞ് അതിൻ്റെ
ഇത് പോവുകയാണ് ചെയ്യുക. കുംഭൻദാസ് का जूता भी फतेहपुर सिकरी जाने आने में घिस गया था. അപ്പോൾ അദ്ദേഹം വേറൊരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണ്, കുംഭൻദാസ് കൃഷ്ണഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ഫത്തേപൂർ സിക്രിയിലെ രാജാവ് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് നടന്നു പോകേണ്ടതാണ്, അത്രയും ദൂരം നടന്ന് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാൽപാദം, അതായത് ചെരുപ്പ്, അതായത് ഷൂസ് അദ്ദേഹത്തിന് ഒരഞ്ഞൊരഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പൂസെ ബഡാ പസ്താവ ഹുവ, അതായത് ഭയങ്കര അധികം വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അത് കാരണം കുംഭൻദാസിന്. ഉസ്നെ കഹ ആവത് ജാത്ത് പനയ്യ ഗിസ് ഗയി ബിസർ ഗയോ ഹരിനാം, അതായത് വരാനും പോകാനുമായിട്ട് ഈ കാലിൻ്റെ പനയ്യ എന്ന് പറഞ്ഞാൽ കല്ലിടുന്ന ആ ചെരുപ്പുകളെല്ലാം ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞു പോയി. ബിസർ ഗയോ ഹരിനാം, അതായത് ഞാൻ മറന്നേ പോയി കൃഷ്ണനെ, കൃഷ്ണഭക്തനല്ലേ അദ്ദേഹം, അപ്പോൾ കൃഷ്ണനെ മറന്നേ പോയി, കാരണം അത്ര അധികം ഞാൻ ദുഃഖിച്ചു, വിഷമിച്ചു എന്നാണ് കുംഭൻദാസ് പറഞ്ഞത്. और ऐसे बुलाकर देने वालों के लिए कहा था जिनके देखे दुख उपजत है तिनको करबो परे सलाम. ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട്, അതായത് ഷോ ഓഫ് അല്ലേ, ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ദുഃഖം കൊടുക്കുന്നവർക്ക് അദ്ദേഹം ആദ്യം സലാം കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഷോ ഓഫ് ചെയ്യുന്നതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. चलने से जूता घिसता है फटता नहीं, तुम्हारा जूता कैसे फट गया, നടന്നെങ്കിൽ അത് ഒരഞ്ഞൊരഞ്ഞു പോകത്തേ ഉള്ളൂ, ഷൂസ് എങ്ങനെ പൊട്ടിപ്പോകും, താങ്കളുടെ ഷൂസ് എങ്ങനെ പൊട്ടിപ്പോയി. മുझे लगता है तुम किसी सख्त चीज़ को ठोकर मारते रहे हो, ഏതെങ്കിലും കട്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ തട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചു. कोई चीज़ जो परत पर परत सदियों से जम गई है, അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം, അതായത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കുന്നുകൂടിയ ഒരു സാധനമായിരിക്കാം താങ്കൾ തട്ടി ഇടാൻ ശ്രമിച്ചത്. ഉസേ ഷായത് തുമ്നെ ठोकर मार कर अपना जूता फाड़ लिया, അങ്ങനെ അതിനെ ഇടിച്ച് തെറിപ്പിക്കാനുള്ള ആ ഇതിൽ അങ്ങനെ പൊട്ടിപ്പോയതായിരിക്കാം താങ്കളുടെ ഷൂസ്. कोई टीला जो रास्ते पर खड़ा हो गया था उस पर तुमने अपना जूता आजमाया. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കാണാം ആ ഷൂസ്, മറ്റേ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന, അതായത് ടീല മൗണ്ട് പോലത്തെ എന്തെങ്കിലും തട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കും. അദ്ദേഹം ഇവിടെ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ പരത്ത് ടീല അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ സമാജത്തിലുണ്ടാകുന്ന അനീതികൾ അല്ലെ, അനീതികളും കാപ്പട്യവും പിന്നെ അതിനെപ്പറ്റിയൊക്കെയാണ്, അധർമ്മങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എതിരായിരുന്നു പ്രേംചന്ദ്. അങ്ങനെയുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. താഴേക്കിടയിലുള്ള ആളുകൾ സഹിക്കുന്ന, അവരനുഭവിക്കുന്ന കഷ്ടതകൾ, അതിനെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം കൂടുതൽ എഴുതാറുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അപ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കണം എന്ന ആഗ്രഹമാണ് പ്രേംചന്ദിനുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന തിരക്കിനിടയിലാണ്, അതായത് അതുമായിട്ടാണ് ഇതിനെ ടീല എന്നൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. कोई टीला जो रास्ते पर खड़ा हो गया था उस पर तुमने अपना जूता आजमाया, यानी तुम उसे बचा कर उसके बगल से भी तो निकल सकते थे, टीलों से समझौता भी तो हो जाता है, तो उसे बचा कर, അതായത് അതിനെ ഒന്നും ആകാത്ത രീതിയിൽ ബഗൽസ് അതിൻ്റെ അടുത്തുകൂടെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. നിക്കൽ സക്തേ थे, ടീലോं से समझौता भी हो जाता है, समझौता എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ്, അതുമായിട്ട് കോംപ്രമൈസും ചെയ്യാമായിരുന്നില്ലേ. സഭി നദിയാം പഹാഡ് ഥോടേ ഫോഡ്ത്തി ഹേ, എല്ലാ നദികളും പാറകൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണോ അതിലൂടെ ഒഴുകുന്നത്. कोई रास्ता बदल कर घूम कर भी तो चली जाती है, അപ്പോൾ വഴി മാറിയിട്ട് വേറെ ഇങ്ങനെ കറങ്ങിയിട്ടും പോവാറില്ലേ നദികൾ ഒഴുകാറില്ലേ. തും സംജോത്ത കർ നഹീ സക്കെ, താങ്കൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിച്ചില്ല. ക്യാ തുമാരി ഭി വഹി കംസോരി थी जो होरी को ले डूबी, वही नेम धर्म वाली कमजोरी, താങ്കൾക്കും അതേ കംസോരി എന്ന് പറഞ്ഞാൽ കുറവ് അല്ലേ, വീക്ക്നെസ്, താങ്കൾക്കും അതേ വീക്ക്നെസ്സാണ് ഉണ്ടായിരുന്നത്. അതായത് നേം ധരം വാലി കംസോരി, നേം ധരം എന്ന് പറഞ്ഞാൽ ജോലി അല്ലേ, ജോലിയെ തന്നെ ധർമ്മമായിട്ട് എടുക്കുന്ന, തൻ്റെ കടമയായിട്ട് എടുക്കുന്നത് അല്ലേ. നേം ധരം വാലി കംസോരി, നേം ധരം ഉസ്കി ജഞ്ചീർ തീ, ജഞ്ചീർ എന്ന് പറഞ്ഞാൽ ചങ്ങല. നേം ധരം എന്നത് ഹോരിയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഹോരി അല്ലേ, ആരുടെ പ്രേംചന്ദിൻ്റെ ഒരു കഥാപാത്രമാണ്. ആ കഥയിലുള്ളതുപോലെ ഹോരിക്ക് നേംധരം ഒരു ചങ്ങലെ പോലെയായിരുന്നു. പക്ഷെ താങ്കൾക്ക് അത് ജഞ്ചീർ അല്ല. നേംധരം ഉസ്കി ബി ജഞ്ചീർ थी मगर तुम जिस तरह मुस्कुरा रहे हो उससे लगता है कि शायद നേംധരം तुम्हारा बंधन नहीं था, तुम्हारी मुक्ति थी. അത് താങ്കളുടെ നേംധരം എന്നത് നിയമധരം എന്ന് പറയും. നേംധരം എന്ന് പറഞ്ഞാൽ നിയമധരം അല്ലെങ്കിൽ
അല്ലേ, കർത്തവ്യ എന്ന ധർമ്മം. അപ്പോൾ അത് എന്നത് താങ്കൾക്കൊരു ചങ്ങലയെ പോലെയല്ല, അതൊരു മുക്തി എന്ന രീതിയിലാണ് താങ്കൾക്കതുള്ളത്. तुम्हारी यह पाँव की अंगुली मुझे संकेत करती सी लगती है. താങ്കളുടെ ഈ കാലിൻ്റെ വിരലുകൾ അല്ലേ എന്തോ സൂചിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തോ संकेत देते हुए दिखाई दे रहा. संकेत करती सी लगती है. जिसे तुम घृणित समझते हो उसकी तरफ हाथ की नहीं पाँव की उंगली से इशारा करते हो. ഏതാണോ അത് ഘൃണിത്തായിട്ട് താങ്കൾക്ക് തോന്നുന്നത് അതിനെ താങ്കൾ കാലുകളുടെ വിരലുകൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലേ, അല്ലാതെ കൈകളുടെ വിരലുകൾ കൊണ്ടല്ല അതിനെ സൂചിപ്പിക്കുന്നത്. ഘൃണിത്ത് എന്ന് പറഞ്ഞാൽ നിന്ദിത്ത്, അല്ലെങ്കിൽ എന്താണ് ഘൃണാസെ ഭരാഹുവ, അതായത് നിന്ദിത്ത് അല്ലേ, നിന്ദിതമായിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യത്തെ താങ്കൾ കാലിൻ്റെ വിരലുകൾ കൊണ്ട് ആണ് സൂചിപ്പിക്കുന്നത്. मैं समझता हूँ तुम्हारी अंगुली का इशारा भी समझता हूँ और जिसे ठोकर तुम क्या उसकी तरफ इशारा कर रहे हो जिसे ठोकर मारते मारते तुमने जूता फाड़ लिया. താങ്കൾ അതിനെയാണോ കാണിക്കുന്നത്, ഏതിനെയാണോ താങ്കൾ തട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചത് അതിനെയാണോ ഈ വിരലുകൾ കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുന്നത്. मैं समझता हूँ तुम्हारी अंगुली का इशारा भी समझता हूँ और यह व्यंग्य मुस्कान भी समझता हूँ. എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട് താങ്കൾ ഈ കാണിക്കുന്ന, അതായത് താങ്കളുടെ ഈ വിരലുകൾ കാണിക്കുന്ന സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലേ, അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നു. और यह व्यंग्य मुस्कान भी समझता हूँ. ഈ വ്യംഗ്യ അതായത് പരിഹാസം നിറഞ്ഞിരിക്കുന്ന ഈ പുഞ്ചിരിയും എനിക്ക് മനസ്സിലാകും എന്താണെന്ന്. तुम मुझ पर या हम सभी पर हंस रहे हो. തീർച്ചയായിട്ടും താങ്കൾ ഞങ്ങളെയും എന്നെയും ഹം സബി പർ അല്ലേ, മുജ് പർ എന്നെ നോക്കിയിട്ടും പിന്നെ മറ്റുള്ളവരെ നോക്കിയിട്ടുമാണ് താങ്കൾ ചിരിക്കുന്നത്, കളിയാക്കി ചിരിക്കുന്നത്. ഉൻ പർ ജോ അങ്കുലി छिपाए और तलवा घिसाए चल रहे हैं. ആരാണോ ഈ വിരലുകൾ മറച്ച് അല്ലെങ്കിൽ തലുവ ഘിസായ, അതായത് വിരലുകൾ മറയ്ക്കുകയാണെങ്കിൽ പോലും ഈ താഴെ വശത്തുള്ള കാലിൻ്റെ താഴെ വശത്ത് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞു നടക്കുന്നവരാണ് കൂടുതൽ പേരും അല്ലേ. ഒന്നും പുറത്ത് കാണിക്കാതെ എല്ലാ വിഷമങ്ങളും എല്ലാ കഷ്ടതകളും എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് നടക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് താങ്കൾ നോക്കി ചിരിക്കുന്നത്, കളിയാക്കുന്നത്. उन पर जो टीले को बरकरार बाजू से निकल रहे हैं. ടീലേക്കോ ബർക്കാക്കർ എന്ന് പറഞ്ഞാൽ ബച്ചാക്കർ, അതിനെ തട്ടാതെ ടീലയെ ഒന്നും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഇങ്ങനെ അതിനെ, അതായത് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്തിട്ട് സമുദായത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിട്ടും കാണാത്ത രീതിയിലാണ് എല്ലാവരും പോകുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാം എല്ലാ സംഭവങ്ങളും ഈ സമാജത്തിൽ നടക്കുന്ന അനീതികളെല്ലാം എല്ലാവർക്കും അറിയാമെങ്കിലും അത് കാണാത്ത രീതിയിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. അതുപോലെ ബർക്കാക്കർ ബാജുസെ നിക്കൽ റഹേ ഹെ, അങ്ങനെയുള്ള ആളുകളെ നോക്കിയാണോ താങ്കൾ ചിരിക്കുന്നത്, കളിയാക്കി ചിരിക്കുന്നത്. തും കഹ രഹേ ഹോ मैंने तो ठोकर मार मार कर जूता फाड़ लिया. अंगुली बाहर निकल आई पर पाँव बच रहा और मैं चलता रहा. मगर तुम अंगुली को ढांकने की चिंता में तलवे का नाश कर रहे हो. तुम चलोगे कैसे. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് പ്രേംചന്ദ് പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് പർസായിജി, കാരണം അദ്ദേഹത്തിൻ്റെ ചിരിയിലെല്ലാം ഒളിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നതായിട്ട് പർസായിജിക്ക് തോന്നുകയാണ്. അദ്ദേഹം പറയാണ്, ഞാനാണെങ്കിലും मैंने तो ठोकर मार मार कर जूता फाड़ लिया. ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ അല്ലേ, ഈ കുരുതികളെല്ലാം നശിപ്പിക്കാനുള്ള ആ തിരക്കിനിടയിൽ എൻ്റെ കാലിൻ്റെ വിരലുകൾ പുറത്തു വന്നു, അതായത് ഷൂസ് പൊട്ടി അല്ലേ, ചെരുപ്പ് പൊട്ടിയിട്ട് ഈ വിരലുകൾ കാണുന്ന രീതിയിലായി. മാർ മാർക്ക ജൂത്ത ഫാഡ്ലിയ അങ്കുലി ബാഹർ നിക്കലായി പർ പാം ബച്ചാറ. പക്ഷെ എൻ്റെ കാലിൻ്റെ അടി അല്ലെ, കാല് ഒന്നും ആവാതെ സംരക്ഷിക്കപ്പെട്ടു. ഓർമ്മ ചൽത്താ റഹ, അതായത് എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ നശിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രേംചന്ദ്ജി പറയാൻ ആഗ്രഹിക്കുന്നത്. മഗർ തും അങ്കുലി കോ ഢാങ്ക്നെ കി ചിന്ത മേ തലുവേ കാ നാശ് കർ രഹേ ഹോ. പക്ഷെ താങ്കൾ, അതായത് പർസായിജിയോട് പ്രേംചന്ദ്ജി പറയുന്നത് പോലെയാണ് ഇത് ഇവിടെ പറയുന്നത്. മഗർ തും അങ്കുലി കോ ഢാങ്ക്നെ കി ചിന്ത മേ, അതായത് ആ വിരലുകൾ ഒളിപ്പിക്കുന്ന ആ തിരക്കിനിടയിൽ താങ്കളുടെ കാലിൻ്റെ അടിവശം അല്ലെ, തലുവ എന്ന് പറഞ്ഞാൽ സോള് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത്. കാ നാശ് കർ രഹേ ഹോ തും ചലോഗെ കേസെ. അപ്പോൾ സ്വന്തം വ്യക്തിത്വം തന്നെയാണ് നിങ്ങളെല്ലാവരും നശിപ്പിക്കുന്നത് എന്നാണ് പ്രേംചന്ദ്ജി പറയാൻ ഉദ്ദേശിക്കുന്നത്. मैं समझता हूँ, मैं तुम्हारे फटे जूते की बात समझता हूँ.
എന്നിട്ട് പെർസായിജി പ്രേംചന്ദ് ജിയോട് പറയുന്നതായിട്ടാണ് അവസാനം പറയുന്നത്. മേ സമജ്താ ഹൂँ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. മേ തുമാരെ ഫട്ടെ ജൂത്തേക്ക് ബാത് സമജ്താ ഹൂँ, ആ പൊട്ടിയിരിക്കുന്ന ആ കീറിയിരിക്കുന്ന ആ ഷൂസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. അങ്കുലിക്ക ഇഷാര സമജ്താ ഹൂँ, ആ വിരലുകൾ ചൂണ്ടിക്കാണിക്കുന്ന അതായത് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുമാരി വ്യംഗ്യ മുസ്കാൻ സമജ്താ ഹൂँ, താങ്കളുടെ ആ പരിഹാസപൂർണമായിട്ടുള്ള ആ പുഞ്ചിരി പോലും എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നു എന്നാണ് പെർസായിജി പറയുന്നത്. പ്രേംചന്ദ് കെ ഫട്ടെ ജൂത്തെ എന്ന ഉപന്യാസത്തിലൂടെ പെർസായിജി പറയാൻ ആഗ്രഹിച്ചത് പ്രേംചന്ദ് എന്ന മഹാനായ കഥാകൃത്തിൻ്റെ ജീവിതത്തെ പറ്റിയാണ്. അതായത് അദ്ദേഹം എങ്ങനെ എത്ര സിംപ്ലിസിറ്റിയോടെയാണ്, അതായത് സാദഗി, സിമ്പിളായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ലളിതമായിട്ടുള്ള ജീവിതം. അതിലദ്ദേഹം പ്രകടനങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ മറ്റുള്ളവർ അദ്ദേഹത്തെ മനസ്സിലാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം കൻപട്ടി ചിപ്കി ഹേ, ഗാലോക്കി ഹഡിയാം ഉഭറായി ഹേ, ഇതൊക്കെ ആണെങ്കിൽ അദ്ദേഹം മെലിഞ്ഞിരിക്കുകയാണ്. അതായത് അത്ര നല്ല സ്ഥിതിയിലല്ല അദ്ദേഹം ഉള്ളത്. എന്നിട്ട് പോലും അഘനി മൂച്ച് ചേരിക്കോ ഭരാഭര ബത്ല, അതായത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തെയാണ് അത് കാണിക്കുന്നത്. പിന്നെ പാവമേ ക്യാൻവാസ് ജൂത്തെ, ആ ക്യാൻവാസിൻ്റെ ഷൂസ് അത് പൊട്ടിയിരിക്കുകയാണ്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ വിരലുകൾ പുറത്ത് കാണപ്പെടുന്നു. അത് ഒളിപ്പിക്കണം എന്നൊരു ആഗ്രഹം പോലും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിന് അതിനൊരു മറ ആവശ്യമില്ല. മറയുടെ ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്താണോ ശരിക്കും എങ്ങനെയാണോ അദ്ദേഹം ജീവിക്കുന്നത് അത് മറ്റുള്ളവർ അറിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഒരു പ്രശ്നവുമില്ല. അത് ആ ഫോട്ടോയിൽ അദ്ദേഹം അതുകൊണ്ടാണ് മറ്റുള്ളവർ ഫോട്ടോ എടുക്കുന്നു എന്നറിയുമ്പോൾ തന്നെ ഒരുങ്ങി ഏറ്റവും ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഉടുപ്പും ഡ്രസ്സും പിന്നെ ഷൂസും ഒക്കെ ഇടുമ്പോൾ അദ്ദേഹം എന്താണോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അത് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെയാണ് അത് കാണിക്കുന്നത്. പ്രേംചന്ദ് തൻ്റെ കൃതികളിൽ, അതായത് ലേഖനങ്ങളിലൊക്കെ കൂടുതലും അഴിമതിയും പിന്നെ ഭ്രഷ്ടാചാറും പിന്നെ ഇൻജസ്റ്റിസ്, പിന്നെ ഈ ചൂഷണം ചെയ്യപ്പെടുന്നവരെ പറ്റിയും അവരുടെ വിഷമതകളെ പറ്റിയുമൊക്കെയാണ് അദ്ദേഹം കൂടുതൽ എഴുതാറുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് പെർസായി ഇതിൽ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ചിരിയുടെ പിറകിൽ ഇതാണോ കാരണം, അതായത് അദ്ദേഹം ഓർക്കുകയാണോ തൻ്റെ കഥാപാത്രങ്ങളെ, ആ കഥാപാത്രങ്ങളെല്ലാം ഈ സമൂഹത്തിലെ ഈ അഴിമതികളും പിന്നെ ഈ വൈരുദ്ധ്യവും ഇൻജസ്റ്റിസും എല്ലാം സഹിക്കുന്നവരാണ്, ചൂഷണം ചെയ്യപ്പെടുന്നവരാണ് കൂടുതലും ഈ കഥാപാത്രങ്ങൾ. അപ്പോൾ അവരെ പറ്റി ഓർത്തിട്ടാണോ താങ്കൾ ഇങ്ങനെ ചെറിയൊരു ചിരി, അതായത് പകുതി തുറന്ന അത് കുലി മുസ്കാൻ അല്ലേ, അങ്ങനെ എന്ന് ചോദിക്കുകയാണ് പെർസായിജി. किसी सख्त चीज़ को ठोकर मारना, പിന്നെ परत पर परत सदियों से जमी हुई चीज़, ടീല, ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭ്രഷ്ടാചാരം, അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണ് ചൂഷണങ്ങൾ, അഴിമതികൾ, പിന്നെ കാപ്പട്യം, ഇൻജസ്റ്റിസ്, അതിനെപ്പറ്റിയൊക്കെയാണ്. അതിനെയൊക്കെ നശിപ്പിച്ച് തട്ടിത്തെറിപ്പിക്കാനാണ് അദ്ദേഹം പ്രേംചന്ദ് ജി ശ്രമിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പെർസായിജി. അത് കാരണമാണോ താങ്കളുടെ ഷൂസ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്, ഇത് കീറിയിരിക്കുന്നത് എന്നാണ് പെർസായിജി ഇതിൽ ചോദിക്കുന്നത്. അതിന് ഉത്തരമായിട്ട് പ്രേംചന്ദ് അവസാനം പറയുന്നുണ്ട്, उन पर जो अंगुली छिपाए और तलवार घिसाए चल रहे हैं, उन पर जो टीले को बरकरार बाजू से निकल रहे हैं, ആരാണോ ഇതിനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കാതെ അതിനെ അവോയ്ഡ് ചെയ്തിട്ട്, അതായത് ഈ കാര്യങ്ങൾ, ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പോകാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അതിനെ ശ്രദ്ധിക്കാതെ, അതിനെ വകവയ്ക്കാതെ, അതിനെ തട്ടാതെ അവർ പോകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത ആളാണ് പ്രേംചന്ദ് ജി. അദ്ദേഹം അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്, നേരിടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ വിരൽ പുറത്ത് കാണുകയാണെങ്കിൽ പോലും എൻ്റെ കാല് സുരക്ഷിതമാണ്, അതായത് എൻ്റെ വ്യക്തിത്വം സുരക്ഷിതമാണ്. പക്ഷേ നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ വിരലുകൾ അകത്ത് കാണാത്ത രീതിയിൽ, അതായത് മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ കാലുകൾ സുരക്ഷിതമല്ല, അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പ്രേംചന്ദ് ജി അവസാനം ഇതിൽ പറയുന്നത്. അവസാനം പെർസായിജി പ്രേംചന്ദിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്ന് പറയുകയാണ്. അതായത് തുമാരി ഫട്ടെ ജൂത്തേക്ക് ബാത് സമജ്താ ഹൂँ, അങ്കുലി കാ ഇഷാര സമജ്താ ഹൂँ, തുമാരി വ്യംഗ്യ മുസ്കാൻ സമജ്താ ഹൂँ,
എന്താണ് ആ കീറിയ ഷൂസ്, അതായത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് ബാഹിക പ്രകടനങ്ങളല്ല, അതായത് ഷോ ഓഫിലല്ല കാര്യം, ഞങ്ങളുടെ വ്യക്തിത്വം എന്താണ് നശിക്കാതെ നോക്കുക എന്നതാണ് മെയിൻ എന്നാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്കുലിക ഇഷാര സമസ്താവും തുമാരി വ്യംഗ്യ മുസ്കാൻ സമസ്താവും, അതായത് ഞങ്ങളുടെ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണ് അഴിമതികളും ഇൻജസ്റ്റിസും അതൊക്കെ ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്. ലേഖകൻ്റെ ഒരു ശബ്ദചിത്രത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയാണ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്, വ്യക്തിത്വത്തെ പറ്റിയാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, അദ്ദേഹം സിമ്പിളായിട്ടുള്ള അതായത് സീതാ സാദാ ജിന്ദഗി ജീന ചാഹത്തെ, അതായത് സിമ്പിളായിട്ടുള്ള സാദഗീസെ അല്ലേ, സിമ്പിൾ ലിവിങ് ആണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം സിമ്പിൾ ലിവിങ് ആണ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഹൈ ആയിരുന്നു, ഹൈ തോട്ട്സ്, അതായത് സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തോട്ട്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഹൈ ആയിരുന്നു. പിന്നെ അദ്ദേഹം സാമൂഹിക തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ ഭ്രഷ്ടാചാരം പിന്നെ കപട്ടും പിന്നെ തിന്മകളിൽ നിന്നുമൊക്കെ അദ്ദേഹം അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഇതുമായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറല്ലായിരുന്നു. പിന്നെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും അതിനെ അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ തൻ്റെ ആത്മവിശ്വാസത്തോടെ ആത്മബലത്തോടെ അദ്ദേഹം നേരിടാനുള്ള ശക്തി വയ്ക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഏതൊരു അഡ്വേഴ്സ് സിറ്റുവേഷനിലും അദ്ദേഹം കോപ്പപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്